1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തിരികെ പോകാതെയിരുന്ന ചില വിദേശികൾ അവർ കൈയടക്കി വെച്ച ഭൂമിയിൽ കൃഷിയും വ്യവസായങ്ങളുമായി ഇവിടെ തന്നെ തുടർന്നു. പിന്നീട് കേരളത്തിന്റെ അതിർത്തി നിർണയിച്ചപ്പോൾ ഇങ്ങു വടക്കു മലയാളം സംസാരിക്കുന്ന കുറച്ചാളുകളുള്ള ഒരു ഗ്രാമം ഒരു ഫ്രഞ്ച് വൈസ്രോയ്ക്ക് രാജാവ് 666 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത ഒരു വ്യാവസായിക ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ കർണാടക സ്റ്റേറ്റിന്റെ ഉള്ളിലായി തുടർന്നു. അന്ന് പല ജോലികൾക്കായി കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായി വന്നവർക്ക് പിന്നീട് ഈ നാട് സ്വന്തം നാടായി മാറി. വർഷങ്ങൾക്കിപ്പുറം ഇവിടെ അവശേഷിക്കുന്ന ബാക്കി ജനം പിന്തുടരാൻ ഒരു ഭാഷയോ സംസ്കാരമോ ഇല്ലാതെ പേരിനു മാത്രം മലയാളികളായി ഇവിടെ തുടർന്നു. തിരുവനന്തപുരത്തിന് ബോണക്കാട് പോലെ, കൊല്ലത്തിന് റോസ്മലയും അച്ഛൻ കോവിലും പോലെ, പത്തനംതിട്ടയ്ക്ക് ഗവി പോലെ, ഇങ്ങ് വടക്ക് കാസർഗോഡിനുണ്ട് അങ്ങനെ ഒരു ഗ്രാമം. ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു നാടിൻ്റെ അവശേഷിപ്പുകൾ മാത്രമായി ഇന്നും തുടരുന്ന ഒരു ഗ്രാമം, ഒരു ഫ്രഞ്ച് കോളനി, ആൻ അബാൻഡന്റ് സിറ്റി, പാരീസ് കോട്ടയം. നമസ്കാരം, യൂത്ത് ടിവിയിലേക്ക് സ്വാഗതം. നിൽക്കുന്നത് പാരീസ് കോട്ടയം എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു തന്തയിലാഴിക നടന്നിരിക്കുന്നു. അത് വെറും തന്തയിലാഴികയല്ല, തന്തയ്ക്ക് തന്തയിലാഴിക. ഇവിടെ ഒരു സ്ത്രീയെ കാണാതായിട്ട് ഇന്ന് 2 ദിവസം. 2 കാലം കുത്തി നടക്കാൻ കഴിയാത്ത അവരുടെ ഭർത്താവിനെ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാണാതായിരിക്കുന്നു. എടാ പോലീസ്, ചെറ്റകളെ, അങ്ങനെ തന്നെ വിളിക്കണ കുമാരെ. നീയൊക്കെ എന്ത് ചരക്കാനാണ് ഇവിടെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഒരു സാധാരണക്കാരൻ തോട്ടം തൊഴിലാളി സ്ത്രീ ആയതുകൊണ്ടാണോ നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഉഴപ്പുന്നത്? സാറേ, ഒന്ന് സാറേ, അറിയും സാറ്. പറ ചേട്ടാ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സാറേ, അയ്യപ്പനെന്ന ആളുടെ പേര്, അയ്യപ്പേട്ടൻ. ഈ കാണുന്നത് അയ്യപ്പേട്ടൻ്റെ വീടാണ്. ഇന്നലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഉഷ, അയ്യപ്പേട്ടൻ്റെ ഭാര്യ, ചേച്ചി ഇവിടെ വന്നിട്ട് പോയതാണ്. അതായത് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ചോറിട്ടിട്ടാണ് സാറിൻ്റെ കമ്പനിയിലോട്ട് പോകാറ്. പിന്നീട് ഒരു അറിവുമില്ല. ഇന്നലെ രാത്രി വരെ അയ്യപ്പേട്ടനെ ഞങ്ങളിവിടെ കണ്ടതാണ്. പിന്നെ രാവിലെ മുതൽ പിന്നെ കാണാനില്ല. ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ അയ്യപ്പേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. നേരത്തെ ചേച്ചിയെ കാണാതായി എന്ന് പറഞ്ഞില്ലേ, അപ്പം ആ സമയത്താണ് ഞാൻ അവിടെ വന്നത്. ഒരു 12 മണി ആയി കാണുമായിരിക്കും. ഇവിടെ വെട്ടമുണ്ടായിരുന്നു അയ്യപ്പൻ്റെ വീട്ടിലേക്ക്. പിന്നെ ആലയ്ക്കകത്തിരുന്ന് പണിയുന്നുണ്ട്, അത് ഞാൻ വെട്ടം കണ്ടതാണ്. പിന്നെ നേരം വെളുത്ത് കൊച്ചിങ്ങനെ ഓടി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അറിയുന്നത്. ഇതിനകത്തല്ലേ ചേട്ടൻ അവസാനമായി രാത്രി കണ്ടു എന്ന് പറയുന്നത്? ഇതിനകത്ത് ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലോ. ഈ അടുത്ത ദിവസം ഇതിനകത്ത് പണി നടത്തിയതിന് നല്ല ലക്ഷണമുണ്ട്. ഇതായിരുന്നോ പുള്ളിയുടെ പണി? അല്ല, തോട്ടം പണിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്താ തോക്കിരിപ്പുണ്ടല്ലോ? സാറേ, ഡമ്മിയാണ്. ഞാൻ സിനിമയിലെ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ മറ്റുള്ളവർക്കൊക്കെ മാമനെ കൊണ്ട് ജയിക്കാറ്. ഇതിപ്പോൾ അടുത്ത് തുടങ്ങാൻ വന്ന പുതിയ കണ്ണടപ്പടത്തിന് വേണ്ടിയിട്ടുള്ള. താങ്കൾ കാണാതായത് എൻ്റെ മാമനും മാമിയാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾക്ക് കാലിന് എന്തോ സ്വാധീനക്കുറവ് അങ്ങനെ എന്തോ ഉണ്ടല്ലേ? ഒരു കാലിന് സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു. എന്തോ പോളിയോടോ മറ്റോ ആയിരുന്നു. ചേട്ടാ, സാധാരണ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനല്ലേ ആദ്യം പറയേണ്ടത്? അതാണ് സാറേ ഇവിടുത്തെ പ്രശ്നം. ചേച്ചി സാധാരണ വരുന്ന സമയം കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം നോക്കിയിട്ടാണ് അയ്യപ്പച്ചേട്ടൻ കമ്പനിയിലോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ചേച്ചി കമ്പനിയിൽ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞത്. അപ്പോൾ തന്നെ രഘുവൊക്കെ പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതുവരെ ആ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ പോലും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടില്ല. അവർ ചേച്ചി പോയ കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അയ്യപ്പച്ചേട്ടനെ കാണാതെ പോയ കാര്യമൊന്നും അവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഈ വഴി ഒരു ബുദ്ധിമുട്ടാണ്, നേരം വിളക്കം വരുമെന്നൊക്കെയാണ്. പക്ഷേ നേരം ഇത്രയും വിളത്തിട്ടും ഒരു പോലീസുകാരനും ഈ സമയം വരെ ഇവിടെ വന്നിട്ടില്ല. സാറേ, ഇതൊന്നും അല്ല കാരണം. എന്താണ് കാരണമെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആരാണ് ഇതിന് പിന്നിലൊന്നും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പേര് പറയാനാണ് ഒറിജിനൽ ധൈര്യമില്ലാത്തത്. ആഹാ, എന്നാ ധൈര്യമുള്ള മോൻ പറ, എന്താ ശരിക്കും സംഭവിച്ചത്? സാറേ, 90 കാലഘട്ടങ്ങളിൽ വയനാട്ടിൽ നിന്നും ഇവിടുത്തെ തേയില ഫാക്ടറിയിലേക്ക് ജോലിക്ക് വന്ന ആൾക്കാരുടെ ഇന്നത്തെ തലമുറയാണ് ഞങ്ങളൊക്കെ. ഏകദേശം ഒരു 40-45 കുടുംബാംഗങ്ങളുണ്ട് മലയാളികളായിട്ട് ഇവിടെ. ഈ റോഡിന് അപ്പുറമായി 7 വീടുകൾ നമ്മുടെ.
ബാക്കിയൊക്കെ അപ്രതമല്ലേ? അത് പണ്ടത്തെ കഥ. ഇപ്പൊ എന്താ സംഭവിച്ചത് അത് പറ. സാറേ, അതിലോട്ടാണ് വരുന്നത്. നമ്മുടെ ആൾക്കാരുടെ എണ്ണം എത്രയുണ്ടോ ഏകദേശം അത്രയും തന്നെ എണ്ണമുണ്ട് ഇവിടുത്തെ കന്നഡയിലായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തരാരാന്നുള്ളൊരു മത്സരം പോലും കുറച്ച് നാളായിട്ട് ഇവിടെ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തികൾ ഒരേപോലെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ ഇതുവരെ മുമ്പോട്ട് പോകും. കുറച്ച് നാളായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1.5 വർഷം മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തത്തിന് കണക്കില്ല. അതിന് കാരണക്കാരൻ ഒരേ ഒരാളാണ്. അവൻ്റെ പേര് പറയാൻ എല്ലാവർക്കും പേടി. മുഴുവൻ പോലീസ് ഫോഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന, മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്നു ഞങ്ങൾക്ക് മേലെയായ ഗിരി, റിച്ചാർഡസ് റമീരസ് ഗിരി. I'm the king of the darkness, villainous and cold. My rhymes are lethal, they make your heart bold. I walk through shadows, causing havoc and despair. You can't escape my wrath, I'm everywhere. I've got a smirk on my face, a devilish grin. I'll take you down, and I won't let you win. I'm everywhere. I'm everywhere. I'm everywhere. I'm everywhere. യൂട്യൂബ് ചാനലുകാരൻ അങ്ങ് കത്തി കയറുവാണല്ലോ. ഇപ്പം ഇവന്മാരാണല്ലോ നാട്ടിലെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത്. കയ്യിലൊരു സ്മാർട്ട് ഫോണുള്ള എല്ലാവരും യൂട്യൂബ് ചാനലുകാരാണ്. എത്ര നാൾ കാണും ഇവനൊക്കെ? മുരളിയേട്ടാ, ആരാ ഈ ഗിരി? അത് നമ്മുടെ റേഞ്ചിൻ്റെ മുകളിലുള്ള കേസാണ് സാറേ. അത് നമുക്കൊന്ന് വിട്ടുപിടിക്കാം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻക്വയറിക്കല്ലേ നമ്മളിപ്പോൾ പോകുന്നത്. സാർ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവണ്ടേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരാ ഗിരി? എന്താ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താടൂ സാറേ, ഈ ഗിരിയെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം ഈ പാരിസ് കോട്ടയെ പറ്റി പറയണം. എങ്കിലേ ഈ കഥ കംപ്ലീറ്റ് ആകത്തുള്ളൂ. പണ്ട് ഈ കർണാടകവും കേരളം ഒന്നിച്ച് കിടന്ന സമയത്ത് അന്നത്തെ ഇവിടുത്തെ വയസ്സുള്ള അണ്ടറിലായിരുന്നു ഈ സ്ഥലം. അങ്ങേരാണ് ഇവിടെ തേയില കൃഷി. അല്ലല്ല, തേയിലയല്ല, കാപ്പിയായിരുന്നു. കാപ്പി ആദ്യം കൊണ്ടുവന്നത്, തേയില പിന്നീടാണ് വന്നത്. അന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പണിക്ക് വന്നവരുടെ തലമുറ കഴിഞ്ഞ് വന്നവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവസാനം ഉണ്ടായിരുന്ന വയസ്സുപോയി കുറച്ചു കാലം മുമ്പാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് കാര്യങ്ങളിങ്ങനെ മാറിയത്. അയാൾക്ക് ആദ്യം ഉണ്ട് 5 പിള്ളേരും പല കാരണം കൊണ്ട് മരിച്ചുപോയി. അവസാനം കരപ്പെട്ടൊരു സ്വാമി വീട്ടിൽ വന്നോ വീടിനുള്ളിലെ കുരിശിൻ്റെ മുകളിൽ വേറൊരു പലക അടിച്ചിട്ട് നമ്മൾ തിരിച്ചു വെക്കില്ലേ, ഇങ്ങനെ. അതിനുശേഷം അവർക്കുണ്ടായ മകളെ അവരുടെ അവസാനം വരെ കാണാൻ പറ്റിയെന്നാണ് പഴയ കഥകൾ. അന്നുണ്ടായ ആ മകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, മരിയ. അപ്പോൾ ഈ ഗിരി എന്ന് പറയുന്നത് വയനാട് ഭാഗത്ത് നിന്ന് കുടിയേറി വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവസാനത്തെ മകൾ, അവർക്ക് ഇവനോട് എന്തോ പ്രത്യേക താല്പര്യം. എന്നാ വിശ്വാസമാണെന്ന് പറഞ്ഞാലും മനസ്സിലല്ലേ സാറേ, കിഴപ്പ്. അങ്ങനെയും പറയാം. ഇവനെ അവരോട് കൂട്ടി. ഗിരിയേക്കാൾ 10-15 വയസ്സ് മൂപ്പുണ്ട് അവർക്ക്. ഈ ചേരേണ്ടവർ തന്നെ ചേർന്ന് പറയാറില്ലേ, ഏതാണ്ട് അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഡെഡ്ലി കോംബോ. അതെ സാറേ, ഡെഡ്ലി കോംബോ. ഇവിടുന്ന് പുറത്തു പോയി പഠിച്ചൊരു കുറവാണ്. അതിൽപ്പെട്ടൊരുത്തനാണ് ഇവൻ. MSc ഇൻ ആസ്ട്രോഫിസിക്സ്, ദെൻ MBA. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചേരേണ്ടവർ തന്നെ ചേർത്തതെന്ന്. ഇവിടെ ഈ ബ്ലാക്ക് മാജിക് ആയിട്ട് നടന്നവർ ഇവനെ കൂടെ കൂട്ടി പരിപാടി കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ നടക്കാത്ത പല പരിപാടികളും ഇവിടെ പരസ്യമായിട്ട് നടക്കും. പേടിച്ചിട്ട് ഒരു നാട്ടുകാരും ചോദിക്കാൻ ചെല്ലില്ല. ഈ സ്ത്രീയുടെ മിസ്സിങ് അതെന്താണ് സംഭവം? സാറേ, സംഗതി ആവും പൊക്കിയത് തന്നെ. എനിക്ക് 100% ഉറപ്പുണ്ട് സാറേ. ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നു. നമ്മളത് വേറൊരു വഴിക്ക് അറിഞ്ഞാണ് സാറേ. ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിയില്ലേ, അതിനുവേണ്ടി ഇവർ പുറത്തുനിന്നൊരു പെങ്കുച്ചിനെ കൊണ്ടുവന്നു. ഏതോ ബംഗാളിയോ നേപ്പാളിയാണെന്ന് തോന്നുന്നു. എന്തായാലും നോർത്തിൽ നിന്നുള്ളതാണ്.
ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള പരിപാടി ഈ സ്ത്രീ കണ്ടെന്ന് പറയുന്നു. രസം എന്താണെന്ന് വെച്ചാൽ കണ്ടത് ഇവരുടെ മൊബൈൽ പിടിച്ചെന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പാരലായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ ഫോണിന് വേണ്ടി ഗിരി ആ സ്ത്രീയെ പൊക്കിയതായിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇന്നലെ 2:05 റേഞ്ച് ഔട്ടായ ആ സ്ത്രീയുടെ ഫോൺ അതിനുശേഷം 2 തവണ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അതായത് ഓണായിട്ടുണ്ട്. വൈകുന്നേരം 8:50 രാത്രി 10:30. 10:34 അവർ എഫിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ശേഷം ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. പെട്ടെന്നുണ്ടായ എൻ്റെ തിരോധാനം, അതിൻ്റെ കാരണങ്ങൾ, 3 മിനിറ്റുള്ള വീഡിയോ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ഫേസ്ബുക്ക് വഴി. FBയിൽ പോസ്റ്റ് വന്ന ടൈമും ഫോൺ ഓണായ ടൈമും ഒന്ന് തന്നെയാണ്. മിനിറ്റുകൾ മാത്രമാണ് നമ്പർ ഓണായി നിന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്ട് ലൊക്കേഷൻ നോ ഐഡിയ. സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കാം, ഗിരി ആ ഫോൺ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഗിരിക്കും ഇതുവരെ ആ ഫോൺ കിട്ടിയിട്ടില്ല. അതെങ്ങനെ പറയാൻ പറ്റും സാറേ? ഗിരിയുടെ ഫോൺ ക്ലിയർ ആക്കാനായിട്ട് അവൻ തന്നെ ഫോണിൽ നിന്ന് പോസ്റ്റ് ചെയ്താണെങ്കിലും. നോ സാറ് പറഞ്ഞ സ്റ്റോറിയുടെ ഒരു ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഗിരിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ? ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് മരിയയാണ്. അവരെ ഇങ്ങനെ FBയിലൊരു പോസ്റ്റ് ഇട്ട് കൺവിൻസ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മേ ബി 2 ആൾക്കും അറിയാം. സോ 2 കാര്യം നമുക്ക് ഉറപ്പിക്കാം. അവരുടെ മിസ്സിങ്ങിന് കാരണം ഇത് തന്നെയായിരിക്കാം. 2, ആ തെളിവുകളുള്ള ഫോൺ അതിതുവരെ ഗിരിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സാറ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റൊരു സാധ്യതയില്ലേ? ഗിരിയെ പേടിച്ച ആ സ്ത്രീ തൽക്കാലം മാറിയെന്നാണെങ്കിലോ? ഒരുപക്ഷെ 2ാമത് അറ്റംപ്റ്റിന് ശ്രമിച്ച ഗിരി ആ വീട്ടിൽ തനിച്ചായ അയ്യപ്പനെ പൊക്കിയതായിക്കൂടെ? നോ, അങ്ങനെയാണെങ്കിൽ ഗിരിയെ പേടിച്ച് മാറി നിൽക്കാൻ ശ്രമിച്ച ആ സ്ത്രീ ആദ്യം വിളിക്കേണ്ടത് അവരുടെ ഭർത്താവിനെ, അയ്യപ്പനെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കോൾ വന്നതായിട്ടോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല സാർ. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഉച്ചയ്ക്ക് 2:05 ഓഫായ ഫോൺ പിന്നീട് ഓണാകുന്നത് രാത്രി 8:05 പിന്നീട് 10:30 നമ്മൾ ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കോൾ വിളിക്കണമെങ്കിൽ അത് ഈ ഫോണിൽ തന്നെ വേണം. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. 10:30 ഓണായി FB പോസ്റ്റ് ഇട്ട ആ ഫോൺ ആ സ്ത്രീയുടെ കയ്യിലോ ഒരു പക്ഷേ അയ്യപ്പൻ്റെ കയ്യിലോ ആവാം. ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ പാരീസ് കോട്ടയിലേക്കല്ല, ആ ഫോണിന് പിന്നാലെയാണ് നമുക്ക് പോവേണ്ടത്. ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഉച്ചയ്ക്ക് 2 മണി, 2 മണിക്ക് മുന്നേ, ഗിരിക്ക് മുന്നേ ഈ പറഞ്ഞ 2 പേരിലേക്ക് എക്സാക്ട് ആ ഫോണിലേക്ക് എത്താൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നതിന് കൃത്യമായൊരു ഉത്തരം കിട്ടും. തൽക്കാലം ആ സ്ത്രീയെ നമുക്കിവിടെ വിടാം. നമുക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങളെ എങ്ങനെയാണ് കണ്ടില്ലെന്ന് വയ്ക്കുന്നത്? അയ്യപ്പൻ, 2ാമത് കാണാതായ അയ്യപ്പൻ്റെ പിന്നാലെ നമുക്കൊന്ന് പോയി നോക്കാം. ഐ തിങ്ക് അയ്യപ്പനും ഇതേ ട്രാക്കിൽ തന്നെയുണ്ട്. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo! ഗുഡ് മോർണിംഗ് അയ്യപ്പേട്ട. അയ്യപ്പേട്ടന് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? പണ്ട് നമ്മളൊക്കെ സമരം ചെയ്ത് കൂട്ടിച്ച മിഖായലിൻ്റെ കെട്ടിടം. കടം കയറി മുടിഞ്ഞിട്ട് അവനിതിന് മൊത്തം തീയിട്ടു. ആ തീയിൽ ചാടിച്ചെത്ത മിഖായലിൻ്റെ കെട്ടിടം, മിഖായൽ റൂത്ത് ടീ പ്ലാന്റേഷൻ, ഇന്നത്തെ ചെകുത്താൻ കുന്ന്. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യനില്ല. ഞാനോ അയ്യപ്പേട്ടനോ നമ്മളിലൊരാളിവിടെ വീണാൽ 2 കാലിൽ നിൽക്കാൻ കഴിയുന്നവൻ 5 കിലോമീറ്റർ മലയിറങ്ങണം, ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. പറ അയ്യപ്പേട്ട, അയ്യപ്പേട്ടൻ ഇവിടെ തന്നെ കിടക്കണോ അതോ മലയിറങ്ങണോ? എനിക്കെന്താണ് വേണ്ടതെന്ന് അയ്യപ്പേട്ടനറിയാം. നോക്കിക്കേ, മുഖം ഇരിക്കുന്നത് കണ്ടോ? ഒച്ച വെക്കാതിരിക്കാൻ ഒരെണ്ണേ തന്നുള്ളൂ, അതുപോലും താങ്ങാൻ പറ്റിയില്ല. അതാ പറഞ്ഞത്, എന്നെക്കൊണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യിക്കരുത്. ആ ഫോൺ അതിങ്ങ് തന്നേക്ക്, എന്നിട്ട് നമുക്കൊന്നിച്ച് മലയിറങ്ങാം.
അയ്യപ്പേട്ട, ഈ കാര്യത്തിൽ നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും എനിക്ക് മുകളിൽ കളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിനും ഗിരി ഇതുവരെ ഇടപെടാൻ വന്നിട്ടില്ല. സംഘടനയിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ പോലും സഹായത്തിനോ ഉപദ്രവത്തിനോ ഗിരി ഇവിടെ ഒരുത്തൻ്റെയും മുറ്റത്ത് വന്നിട്ടില്ല. സംഘടനയുമായി പിരിഞ്ഞ ദിവസം തന്നെ എനിക്ക് കന്നഡികരിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് നിന്നു കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ അയ്യപ്പേട്ടനടക്കം ഒറ്റ മലയാളികൾ കാണില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അവരോട് പറഞ്ഞത് നോ, എ ബിഗ് നോ. അത് നിങ്ങളെ ആരും കണ്ടിട്ടല്ല. ദ റീസൺ ഈസ്, എനിക്ക് നിങ്ങളും അവരും ഒരുപോലെയാണ്. ഇവിടെ മലയാളികൾ ജയിച്ചാലും കന്നഡക്കാർ ജയിച്ചാലും ദ ഫൈനൽ ഡിസിഷൻ ഈസ് ഫ്രം മരിയ. ഈ യൂണിവേഴ്സിൻ്റെ സുപ്രീം പവർ മരിയ. നൗ ഐ ആം ദി പാർട്ട് ഓഫ് ദിസ് റോയൽ ഫാമിലി. ഇവിടെ നിയമം ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും ഇപ്പോൾ ഈ ഗിരി തന്നെയാണ്. ആ പവർ ബ്രേക്ക് ചെയ്യാൻ അയ്യപ്പേട്ടൻ്റെ കോൺഫിഡൻസ് പോരാ. ഇന്നലത്തെ ആ FB പോസ്റ്റ്, അത് വന്നിരിക്കുന്നത് നിന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മറ്റാരോ ആണ്. കാരണം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ചേച്ചി ഇപ്പോൾ ഭൂമിയിലില്ല. എൻ്റെ റൂട്ട് വേറെയാണ്. അതിപ്പോൾ അയ്യപ്പേട്ടനും ബോധ്യമായല്ലോ. ഞാൻ എൻ്റെ വഴിക്ക് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൊക്കോണ്ടിരുന്നതാണ്. പക്ഷേ ചേച്ചി ആവശ്യമില്ലാത്ത പണിയല്ലേ കാണിച്ചത്. നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല, എങ്കിലും പറയാം. ഒരു മനുഷ്യന് ഈ ലോകത്തുനിന്ന് കിട്ടാവുന്ന എല്ലാ സുഖവും അതിൻ്റെ അൾട്ടിമേറ്റിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. വാട്ട് എവർ ഐ വാണ്ട് ഈ കയ്യിൽ വെച്ച് തരും മരിയ. പക്ഷേ അതിന് മുകളിലുള്ളൊരു ലോകം, അവിടെ അവർ ഡിവൈൻ ലവ്, അത് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും അവസാനമില്ലാതെ. ശരീരത്തിനെ മരണമുള്ളൂ, അതിനുള്ളിലെ മനസ്സിനില്ല. ദാ ഇങ്ങനെ മനസ്സിനെ ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തെടുക്കാം. എന്നിട്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാം. ആസ്ട്രൽ പ്രൊജക്ഷൻ. അതിൻ്റെ ഇടയിലോട്ടാണ് ചേച്ചി ഫോണും തള്ളിക്കൊണ്ടുവന്നത്. കൊല്ലണ്ടേ അയ്യപ്പേട്ട. ഞാൻ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയില്ലെങ്കിൽ അയ്യപ്പ, നിന്റെ കെട്ടിയോളെ കൊന്ന പോലെ വെറുതെ അങ്ങ് കൊല്ലില്ല നിന്നെ ഞാൻ. ഹലോ, ഇനി നീ എവിടെയാണ് വിളിക്കുന്നത്? ആ സ്ത്രീ എവിടെയാണ്? ഞാൻ ഇന്നലെ വൈകിട്ട് മുതൽ നിന്നെ വിളിക്കുന്ന. നീ പുറത്തു നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എടാ, അവന്മാർ ഇന്നലെ സംഘടന ലെറ്റർ പാഡിലെ പരാതി കൊണ്ട് തന്നേക്കുന്നത്. ഇന്ന് രാവിലെ ഒരു യൂട്യൂബിൽ ലൈവ് പോയി.
2 മണിക്ക് ഫേസ്ബുക്ക് വീഡിയോ വരുമെന്ന് പറയുന്നു. ഇതെന്താ നടക്കുന്നത്? എടാ, ഇത്ര നാളത്തെ പോലെ അല്ല ഇത്. വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. മുരളിയുടെ കൂട്ടത്തിൽ പ്രൊബേഷനേഴ്സെയാണ് കോട്ടയിലേക്ക് വിട്ടിരിക്കുന്നത്. എനിക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണത്. ഗിരി, എത്രയും വേഗം നീ ഈ പ്രശ്നം സോൾവ് ചെയ്തു. ആ സ്ത്രീയെ ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കണം. പിന്നെ 2 മണിക്ക് വരുമെന്ന് പറയുന്ന ആ വീഡിയോ, അതിലെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗിരി, അത് പുറത്തു വരരുത്. നീ നന്ദൻകോട് കേസ് കേട്ടിട്ടുണ്ടോ? കേഡർ ജിൻസൺ രാജ. സൂക്ഷിച്ചോ നീ. ഇനിയും സമയം കളയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അയ്യപ്പ, ആ ബന്ധം ഞാനങ്ങ് മറക്കും. ഈ കുർബാന തുടങ്ങാനുള്ള മണി ഞാൻ തന്നെ അടിക്കാം.
ഇതെന്നതാടാ ഇത്? ആക്രിക്കടയോ? അവൻ്റെ കാല് പോലെ വളഞ്ഞൊരു കമ്പിയും അതിനകത്തൊരു കയറും നീ ഉണ്ടാക്കിയതാ? കൊള്ളാം. നേരെ ഒരു വടി മേടിക്കാനുള്ള ആവതില്ല, എന്നിട്ടാണ് നീയൊക്കെ എനിക്കിട്ടുണ്ടാക്കാൻ വന്നേക്കുന്നത് അല്ലേടാ? നിന്റെ കെട്ടുകളെ വലിച്ചു കീറിയിട്ടും ആ ഫോൺ എവിടെയാണെന്ന് അവൾ എന്നോട് പറഞ്ഞില്ല. എൻ്റെ ഒറ്റ ഇടിക്കവൾ തീർന്നപ്പോൾ അതോടുകൂടി തീർന്നു. ഇതിനു പുറകെ ആരും പോകില്ലെന്നോർത്തപ്പോഴാണ് ഒരു കൊണച്ച FB പോസ്റ്റ്. സമയം 1:18. FB പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിലേക്ക് എത്താൻ ഇനി വെറും 42 മിനിറ്റുകൾ കൂടി മാത്രം. എന്നോട് വാശി കാണിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ ശവം ഈ നാട്ടുകാർ കാണുന്നത് ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും. അടിവാരത്തുനിന്ന് വാരിയെടുക്കുന്ന ശവത്തിൻ്റെ വൃത്തി പോലും കാണില്ല നിന്റെ ശരീരത്തിന്. അയ്യപ്പ, ജീവനുള്ളതിനേക്കാൾ എനിക്കിഷ്ടം മരിച്ചതിനോടാണ്. നിർത്തടാ. നീ എന്നാ വിചാരിച്ച് നീ ആ ഫോൺ എനിക്ക് തന്നില്ലെങ്കിൽ ആ ഫോണിന് വേണ്ടി നിന്റെ കാല് പിടിക്കുമെന്ന്? സമയം നോക്ക്, 1:30. ഇനി അരമണിക്കൂർ കൂടിയുണ്ട് ദാ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിലേക്ക് എത്താൻ. ഈ ലാസ്റ്റ് മൊമെന്റിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു, നീയല്ല ഒരുത്തനും ഈ ഗിരിയെ തൊടാൻ പറ്റില്ല. നീ ഇത് കണ്ടോ? സിഗ്നൽ നോക്കടാ. നോ നെറ്റ്വർക്ക്. ചുരുങ്ങിയത് 2 ദിവസത്തേക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നെറ്റ്വർക്ക് കിട്ടില്ല. കോട്ടമലയിലെ ആ ടവർ നമ്മളങ്ങ് ഓഫ് ചെയ്യും. മസ്താൻ ഭായ്, നീ വിളിച്ചിരുന്നോ? മസ്താൻ ഭായ്, 10 മിനിറ്റ് സമയമുണ്ട്. ആ കോട്ടമലയിലെ ടവർ ഒന്ന് ഓഫ് ചെയ്യോ? എനിക്ക് 5 മിനിറ്റ് മതി. ബാക്കി 5 മിനിറ്റ് നീ എടുത്തു. കോൾ വിളിക്കാൻ പറ്റില്ല. അപ്പോഴവളുടെ അമ്മയുടെ വീഡിയോ. അയ്യപ്പ, നിന്നോടെനിക്ക് കുറച്ച് കരുണ കാണിക്കണമെന്നുണ്ടായിരുന്നു. നീ സമ്മതിച്ചില്ലല്ലോ. ബട്ട് അയ്യപ്പ, നിങ്ങൾ അത് വേണ്ടിയിരുന്നില്ല. ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അയ്യപ്പ. ഈ 1.5 കാലം വെച്ച് നേരെ ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ എന്നെ ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ കാണിച്ചിരുന്ന ധൈര്യം, ഞാൻ അതിൻ്റെ കഴുത്തങ്ങ് വെട്ടാൻ പോവാ. അയ്യപ്പ, വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു. നിന്നെ ട്രാപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? നീ എന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എന്റെ വിഷയം നീ ക്രൂരമായി കൊന്നു എന്ന് പറഞ്ഞിട്ടും ആ ഫോൺ അവിടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കെപ്പോഴും തോന്നുന്നുണ്ടോ നീ ട്രാപ്പ് ചെയ്തിട്ടാ ഞാനിവിടെ എത്തിയെന്ന്? നീ എന്നെയല്ല, ഞാൻ നിന്നെയാ ട്രാപ്പ്. കൺട്രോൾ കോബ്ര കോളിംഗ് K15253 ആൻസറിങ്. സർ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്. ഒരു ഗൺ ഷോട്ട് നടന്നിട്ടുണ്ട്. PCക്ക് വെടിയേറ്റിട്ടുണ്ട്. നീഡ് മെഡിക്കൽ എമർജൻസി. സർ, ലൊക്കേഷൻ പാരിസ് കോട്ടയ്ക്കടുത്ത് മിക്കായൽ ടീ പ്ലാന്റേഷൻ, ലോക്കലി അറിയപ്പെടുന്നത് ചെകുത്താൻ കുന്ന്.
ഏപ്പൻ ചേട്ടാ, വലിയ റിസ്ക് ആണ് നിങ്ങൾ എടുത്തത്. അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ വഴിയിലൂടെയും ഞാൻ അന്വേഷിച്ചു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. അവസാനം വെതിയെടുക്ക പോലീസ് സ്റ്റേഷനിലെ എനിക്ക് പരിചയമുണ്ടായിരുന്ന സിവിൽ പോലീസ് മണീനെ ഞാൻ വിളിച്ചു. ഹലോ അയ്യപ്പെട്ട, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യപ്പെട്ട, സംഗതി ശരിയാ. അവനുമായിട്ടെന്തോ ഫോണിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. അയ്യപ്പേട്ട അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഒന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോഴാ ആൾക്കാരെല്ലാം കൂടി പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. അയ്യപ്പേട്ടനൊരു കാര്യം ചെയ്യാമോ? സംഘടനയിലെ രഘുച്ചേട്ടന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? ഇന്ന് തന്നെ നമുക്ക് നോക്കാം അയ്യപ്പെട്ട സാർ എന്താ പറയുന്നതെന്ന്. ഇനി അതും നടന്നില്ലെങ്കിലേ വേറൊരു പണിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ രഘുവിനെ വിളിച്ചത്. രഘുവേ, അവൻ പറഞ്ഞതുപോലെ തന്നെ സംഘടനയിലെ ഏർപ്പാടിൽ പരാതിയായിട്ട് എന്നെ കൊടുത്തു. ഏതാണ്ട് 9 മണിയോട് അടുത്തായി കാണും അവർ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വന്നു. ഏപ്പൻ ചേട്ടാ, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നുണ്ടാവത്തില്ല. ഈ രാത്രി ഒന്ന് വിളിക്കട്ടെ, രാവിലെ അവരിവിടേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ചേട്ടാ, അവളെ ഉച്ചോട്ട് കാണുന്നില്ല. ഈ രാത്രി അവള് ചേട്ടാ, ഗിരിയാണ് ഇതിൻ്റെ പിന്നിലെന്നത് നമ്മളെപ്പോലെ തന്നെ പോലീസുകാർക്കും അറിയാം. നമ്മൾ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ SI എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനോട് പോയി ചോദിക്കാൻ മേലെ എന്ന്. ചേട്ടനെ കൊണ്ട് പറ്റുമോ അവിടെ പോയി ചോദിക്കാൻ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പോലീസുകാർ വരുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. അവനും ഇവിടെ തന്നെ ജീവിക്കേണ്ടതല്ലേ? ചേച്ചിക്കൊന്നും സംഭവിക്കത്തില്ല. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ചേട്ടാ, ഞാൻ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. നമ്മുടെ ആൾക്കാർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അതിനിടയ്ക്ക് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പേട്ടാ. ആ ഫോണിൽ എന്താണ് ചേച്ചി പിടിച്ചത്, അത് ഡിലീറ്റ് ആക്കി ആ ഫോൺ തിരിച്ചു കൊടുത്തേച്ച് പ്രശ്നം ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എന്നിട്ട് അവൻ്റെ താങ്ങി നടക്കാൻ പോലീസുകാരും കുറേ നാട്ടുകാരും. എടാ ഇറക്കാം, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാൽ നിന്റെ വായിക്കൊള്ളാന്ന് വർത്താനം പറഞ്ഞാൽ മതിയെന്ന് മനസ്സിലായോ? ഇവനെ നോക്കി വെച്ചോ കേട്ടോ, എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് പണിയും കൊണ്ടുവരും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുകൊള്ളാതിരുന്ന ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവനറിയത്തില്ല. അയ്യപ്പൻ ചേട്ടാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, രാവിലെ കാണാം. ചേട്ടാ, പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം. അല്ലാതെ അവന്മാർ വന്നാൽ തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള വഴിയെ അവന്മാർ നോക്കത്തുള്ളൂ. നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടാണ് അവന്മാർ ഗിരിയുടെ നമ്പറിലോട്ട് തന്നെ വിളിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കിയോ, ഒരു പ്രശ്നം ഉണ്ടായാൽ ആരൊക്കെ കൂടെ കാണുമെന്ന്. എന്നാ പോട്ടെ. മനുവിൻ്റെ വാക്കുകളിൽ നിന്ന് ഈ കാര്യത്തിൽ സംഘടനയിൽ നിന്നോ പോലീസിൽ നിന്നോ എനിക്ക് യാതൊരു സപ്പോർട്ടും കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചെങ്കിലും എൻ്റെ വേദന മനസ്സിലാക്കിയത് അവനാണ്, മണിയൻ. ഞാനവനെ വീണ്ടും വിളിച്ചു. ഹലോ ചേട്ടാ, SI വേണ്ടി നമ്മളിലേക്ക് വിളിച്ചപ്പോഴേ മരിയാണ് കോൾ എടുക്കുന്നത്. ഗിരി അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അവൻ്റെ വണ്ടി ഉച്ചയ്ക്ക് ശേഷം കവല വഴി പാസ് ചെയ്ത് കണ്ടവരുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സ്ട്രോങ് ആകണമെന്നില്ല ചേട്ടാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്വേഷണം ശക്തമാകണമെങ്കിൽ ഈ വാർത്ത എന്തായാലും പുറലോകം അറിയണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യൂട്യൂബറാണ്. നാളെ നമുക്ക് പുള്ളി ഇറക്കാം. ഒരു ലൈവ് പോകുമ്പോൾ അന്വേഷണം തനിയെ ജോഡി പിടിച്ചോളും. അവൻ്റെ വാക്കുകൾ എനിക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ അവളെ ഒറ്റയ്ക്കാക്കി ഈ രാത്രി വെളുക്കുവോളം വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഗിരി അന്വേഷിക്കുന്ന അവളുടെ ആ ഫോൺ, അതെനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ കിട്ടി. ഈ ഫോണിന് വേണ്ടി ഗിരി ഇത്രയും വാശി പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് ഗിരി അറിയണം. അവൻ എന്നെ തേടി വരണം. 2, എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും
പോലീസ് എത്തുന്നവരെ ഈ ഫോൺ സേഫാക്കി വെക്കണം. ഒരിക്കലും ഗിരിയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. അതിന് ഒരു വഴി ഞാൻ കണ്ടെത്തി. അപ്പു സാർ. ഉദയ ടി വിയിൽ അപ്പോൾ ഓടിക്കൊണ്ടിരുന്നത് അപ്പു സാറിന്റെ ജാക്കി എന്ന സിനിമയായിരുന്നു. പോലീസിൽ അകപ്പെട്ട അപ്പു സാറിന്റെ ഫോണിലേക്ക് വന്ന വില്ലന്റെ കോൾ. അത് വെച്ച് വില്ലന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്ന పోలీస్ సైబర్ టీం. సార్ సిగ్నల్ లొకేట్ అయింది, అల్యూమినియం ఫ్యాక్టరీ. నేను తర్వాత ఫోన్ చేస్తాను. రండి సార్. నేను వస్తాను సార్. నన్ను తీసుకెళ్ళండి సార్. రూమ్లో పడేయండి. రాకపోతే ఎవరు నమ్మేస్తారు సార్. సార్ అర్థం చేసుకోండి సార్. సార్ నేను చెప్పేది సార్. సార్ మిమ్మల్ని సార్. അവിടെ നായികയെ രക്ഷിക്കാൻ അപ്പു സാറിന് വില്ലിനുള്ള സ്ഥലം മാത്രം കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഉഷയെ കണ്ടെത്താൻ അതുമാത്രം പോരായിരുന്നു. സ്വന്തം ഫോൺ ഉപയോഗിക്കാതെ മറഞ്ഞിരിക്കുന്ന ഗിരിയെ കണ്ടെത്തണം. എൻ്റെ ഉഷയെ രക്ഷിക്കണം. ഗിരി എന്നെ തേടി വരണം. അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഉഷയുടെ ഫോണിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. പെട്ടെന്നുണ്ടായ എൻ്റെ തിരോധാനം, അതിൻ്റെ കാരണങ്ങൾ, 2 മിനിറ്റുള്ള ആ വീഡിയോ നാളെ പകൽ 2 മണിക്ക് എൻ്റെ ഫേസ്ബുക്ക് വഴി. ഗിരി അറിയും, അവൻ വരും. അവൻ ഈ ഫോണിന് വേണ്ടിയാണ് വരുന്നത്. അതൊരിക്കലും അവന് കിട്ടരുത്. അവനൊരു സംശയം തോന്നാത്ത ഒരിടത്ത് ഇതൊളിപ്പിക്കണം. ഉണ്ട്, അങ്ങനെയൊന്നുമുണ്ട്. എൻ്റെ കൂടെ എപ്പോഴുള്ള, അവനൊരു സംശയം തോന്നിക്കാതെ എൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒന്ന്. എൻ്റെ വടി, ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ വടി. വടിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഫോൺ ഇരിക്കാൻ പാകത്തിന് ഒരു ഹോൾ ഉണ്ടാക്കി. ഫോൺ അവിടെ വെച്ചു. ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു. 100ലേക്ക് ഡയൽ ചെയ്തു. ലാസ്റ്റ് കോൾ അത് തന്നെയാക്കി സെറ്റ് ചെയ്തു. ഫോൺ ഓൺ ആകാൻ എടുക്കുന്ന ടൈം കൃത്യമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഫോൺ വൈബ്രേഷൻ മോഡിലാക്കി ഞാൻ വെച്ചു. ഫോൺ കയ്യിലെടുക്കാതെ തന്നെ ഫോൺ ഓൺ ആക്കാനും കോൾ വിളിക്കാനും പറ്റുന്ന വിധം ഞാൻ ആ വഴിയിൽ ആ ഫോൺ സെറ്റ് ചെയ്തു. ഗിരി ഉള്ളിടത്തെത്താൻ പറ്റിയാൽ, അവിടെ വെച്ച് ഈ ഫോൺ ഓണാക്കാൻ പറ്റിയാൽ 100ലേക്ക് പോകുന്ന ആ കോൾ ട്രേസ് ചെയ്ത് പോലീസ് എത്തും. വിജയിക്കാൻ 10% പോലും ചാൻസ് ഇല്ലെന്നറിഞ്ഞിട്ടും ഞാൻ ഇറങ്ങി. ശേഷം ഗിരിയുടെ വരവിനായി ഞാൻ കാത്തിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അവൻ വന്നു. ഈ വീടാകെ അരിച്ചു പെറുക്കി. ആ ഫോൺ കിട്ടാതെ വന്നപ്പോൾ അവൻ എന്നെയും തൂക്കിയെടുത്തുകൊണ്ട് പോയി. നേരം വെളുത്തപ്പോൾ അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി. മിഖായിൽ റൂത്ത് ടീ പ്ലാന്റേഷൻ, ഇന്നത്തെ ചെകുത്താൻ കുന്ന്. ഇത്രയൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഉഷയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഞാൻ അവൻ്റെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞു, അവൾ ഇന്ന് ഈ ലോകത്തില്ല. കാരണം അവളെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ചേച്ചി ഇപ്പോൾ ഭൂമിയിലില്ല. ഇനി എനിക്കൊന്നും ഈ ലോകത്ത് ബാക്കിയില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഇതെല്ലാം ഈ ലോകം അറിയണം. പോലീസിന് ഇപ്പോൾ ഞങ്ങൾ എവിടെയാണെന്നുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടണം. എന്താണ് വഴി? ചെകുത്താൻ കുന്ന്. ഇവിടെയാണ് പണ്ട് ഫാക്ടറിയിലെ സമയം അറിയാൻ സ്ഥാപിച്ച സൈറനുള്ളത്. ഇപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്ന സൈറൻ 10 മണി, 1 മണി, 5 മണി, ഇങ്ങനെ 3 സമയത്തും സൈറൻ അടിക്കും. 10 മണി കഴിഞ്ഞു, ഇനി അടുത്തത് 1 മണി. ഇതാണ് എൻ്റെ അവസാനത്തെ ശ്രമം. 1 മണിയാകുന്നത് വരെ എങ്ങനെയെങ്കിലും സമയം നീട്ടിക്കൊണ്ടുപോകണം. അതിനായുള്ള ശ്രമമായിരുന്നു. പിന്നീട് ആ ബന്ധം ഞാനങ്ങ് മറക്കും. 1 മണി ഇതിൻ്റെ അവസാനത്തെ ചാൻസാണ്. ടൈം കൗണ്ട് ചെയ്തു. വൈബ്രേഷൻ ഓണായി. ഞാൻ നേരത്തെ ഡയൽ ചെയ്തു വെച്ച 100ൽ കോൾ ചെയ്തു. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹത്തിന് ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കും. ആ കോൾ കണക്റ്റായി. നമസ്കാരം, പോലീസ് കൺട്രോൾ റൂം. മറുതലയ്ക്കിലുള്ള ഉദ്യോഗസ്ഥനെ കേൾപ്പിക്കാനായി ഞാൻ അലറി. ഞാൻ കരുതിയതുപോലെ തന്നെ ഈ പ്ലാൻ വർക്കായി. പോലീസ് എത്തി. എല്ലാ സ്റ്റേഷനുകളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് 9847485601 ഈ നമ്പറിൽ നിന്ന് 100ലേക്ക് ഒരു അൺലോൺ കോൾ വന്നിട്ടുണ്ട്. മീറ്റാവന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണെങ്കിൽ ഉടൻ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക. റിപ്പീറ്റ് നമ്പർ 9847485601. സാർ, അത് കാണാ പോലീസുകളുടെ നമ്പറല്ലേ?
മുരളിയേട്ടാ കൺട്രോൾ റൂമിലോട്ട് വിളിക്കുക. സാർ അത് അരവിന്ദാ, പേഴ്സണൽ നമ്പറിൽ വിളിക്കാം. അരവിന്ദ് മുരളിയാ, മതിയെടുക്കാം. SI ആണ് സാർ. 9847485601. ഈ നമ്പറിൽ നിന്നൊരു കോൾ 100 വന്നതിൻ്റെ ഒരു വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടി. സാർ 40 സെക്കൻഡ് ലെങ്തുള്ള വോയിസ് നോട്ടാണ്. കുറേ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ വല്ലതും? ഒരു BSNL ടവർ, പാരീസ് കോട്ടായി. എക്സാക്ട് ലൊക്കേഷൻ അറിയാമല്ലോ? അയ്യോ, അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ഇല്ല സാറേ. ഞാൻ എക്സ്ട്രാ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ടവർ ലൊക്കേഷൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, മുരളി സാറിൻ്റെ വാട്സപ്പിലേക്ക് ആ വോയിസ് നോട്ട് ഫോർവേഡ് ചെയ്യാം. എന്തെങ്കിലും കിട്ടുമോ സാറ് നോക്ക്. ഓക്കെ ഓക്കെ. സൈറൻ? സാറേ, ഈ സൈറൻ്റെ ശബ്ദത്തിൽ ക്ലോസ് ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതവിടെയാണ്. മിഖായൽ ടീ പ്ലാന്റേഷൻ, ചെകുത്താങ്കുന്ന്. ഈ നാട്ടിൽ നെറ്റ്വർക്ക് മൊത്തം കട്ടാക്കി. അവസാന വിജയം അവനായിരിക്കും എന്നുള്ള ധൈര്യം അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഞാൻ ആ തടിയെടുത്ത് ജനലിലേക്ക് എറിഞ്ഞ ആ നിമിഷം മുതൽ എനിക്കറിയാം, ഗിരി തോൽക്കാൻ പോകുന്നു. വണ്ടിക്കാൻ തോക്കില്ലേ സാർ? അത് റിസർവ്ഡ് ഫോഴ്സ് ഏറിയ മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകും ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന. ഇത് പിന്നെ മനുഷ്യനാ? പോലീസിൻ്റെ തൊട്ടരികിലെത്തി. ഗിരിയേ, നീ എന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എൻ്റെ ഉഷയെ നീ ക്രൂരമായി കൊന്നു എന്ന് പറഞ്ഞിട്ടും ആ ഫോൺ അവിടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ നീ ട്രാപ്പ് ചെയ്തിട്ടാ ഞാനിവിടെ എത്തിയെന്ന്? ഗിരി, നീ എന്നെയല്ല, ഞാൻ നിന്നെയാ ട്രാപ്പ് ചെയ്തത്. അയ്യപ്പൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ കഥയൊക്കെ കൊള്ളാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കഥ പൂർണ്ണമല്ല അല്ലേ? ഒരുപക്ഷെ ആ ഫോൺ കൃത്യസമയത്ത് ഓണായില്ലായിരുന്നെങ്കിലോ, ആ കോള് കണക്ട് ചെയ്ത് എനിക്കിവിടം വരെ വരാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ? തീർച്ചയായും നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും, ശരിയല്ലേ? എന്തായിരുന്നു അത്? ഈ കളിയിൽ എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇതെന്താ മാമ? ഇതാ ഗിരി അന്വേഷിക്കുന്ന അവളുടെ ഫോൺ. ഗിരി, അവൻ തന്നെ ഇതിന് പിന്നിൽ. നോക്കി, ഇതവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ രാത്രി അവൻ എന്നെ തേടി വരും. നിനക്കൊരു ജോലി കൂടിയുണ്ട്. നാളെ ഒരു യൂട്യൂബ് ചാനലുകാരൻ ഇവിടെ വരും. വേറെ ആരും ഈ ഗിരിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ നീ അവൻ്റെ പേര് പറയണം. അതിനുശേഷം ഈ പ്ലാൻ പ്രകാരം പോലീസിന് എന്നെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിന്നെക്കൊണ്ടത് പറ്റും. ചമ്പ. പക്ഷേ അവസാന നിമിഷത്തിലും ബാക്കി അവൻ്റെ കൂടെയായിരുന്നു. സാറ് വെച്ച വെടി അവന് കൊണ്ടില്ല. എൻ്റെ ഉഷയെ കൊന്നവനെ, എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ, അവൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് വെറുതെ വിടുന്ന നായകനല്ല ഞാൻ, വില്ലൻ. എനിക്കും ഉണ്ടായിരുന്നു ഗിരിയെ കൊല്ലാനൊരു ആയുധം. I'm the king of the darkness, feeling this ain't cold.
Our rhymes are lethal, they make your heart blow. I walk the shadows, causing havoc and despair. You can't escape my wrath, I'm everywhere. I've got a smirk on my face, a devilish grin. I'll take you down, and I won't let you win. I'm everywhere. ഞാൻ നിനക്ക് വേണ്ടി ഒരു കുർബാനയെല്ലാം പോവാ. നീ വേണേ ഒരു കുരിശ് വരയ്ക്ക്.